ഇന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് പ്രചരണ രംഗത്ത് സജീവമായി ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പേട്ട വാർഡിലാണ്. ആ പേട്ട വാർഡിന് വലിയ പ്രത്യേകതയുണ്ട്. SP ദീപക്കാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. ദീപകിനെ സംബന്ധിച്ച് പറയുമ്പോൾ SFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമര തീക്ഷ്ണമായ കാലഘട്ടത്തിൽ SFIയെ തലസ്ഥാനത്ത് നയിച്ചൊരു നേതാവാണ്. ഒപ്പം തന്നെ DYFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ഉള്ളവർക്കെല്ലാം അറിയാം. വളരെ തീക്ഷ്ണമായ സമരകാലത്ത്, ഭൂതകാലത്ത് വിളനില സമരം, ഒപ്പം തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ സമരം, സ്വാശ്രയ കോളേജ് സമരം, അത്തരത്തിലുള്ള വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സംഘാടകനാണ് SP ദീപക്. SP ദീപക് അടക്കം വരുന്ന ഏറ്റവും പരിണതപ്രജ്ഞരായിട്ടുള്ള 3 ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ, ഏറ്റവും യുവ തലമുറയിലുള്ള അഡ്വക്കേറ്റ് പാർവതി, ശ്യാമ, അങ്ങനെയുള്ള വലിയ നിരയാണ്. SP ദീപക് തന്നെ തിരക്ക് പിടിച്ച തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിലാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ദിവസത്തിന് ഞാൻ മുഖവരിയായി പറഞ്ഞു, വലിയ പ്രത്യേകതയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇറങ്ങിയാണ്. വലിയ ആവേശമാണോ LDF പ്രവർത്തകർക്കും സ്ഥാനാർത്ഥിക്കുമുള്ളത്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി തന്നെ ഇന്നിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് രംഗത്ത് വരികയാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മുഴുവൻ, വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും മുഴുവൻ ജനങ്ങൾ അത് അംഗീകരിക്കുകയാണ്. ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും നമ്മൾ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ അവർ ഓരോ കാര്യങ്ങളെ അക്കമിട്ട് നമ്മുടെ വികസന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റും കഴിഞ്ഞ കോർപ്പറേഷനും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർ കൂടുതൽ കാര്യങ്ങൾ പറയുകയും നമ്മളെ വളരെ വലിയ സ്വീകാര്യതയാണ് ഈ കാര്യത്തിനകത്ത് വരുന്നത്. ഹൃദയത്തോടൊപ്പം ചേർത്ത് പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തലസ്ഥാനത്ത് നമുക്ക് ദീപക്കണ്ണൻ എന്നാണ് SFIക്കാരെല്ലാം പറയുക, DYFIക്കാരും അങ്ങനെ പറയുക. ദീപക്കേട്ടനെ സംബന്ധിച്ചിടത്തോളം, ദീപക്കണ്ണനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിളനില സമരം ഐതിഹാസികമായ സമരമാണ്. സുൽസി കുര്യനൊക്കെ ശേഷം SFI തലമുറയിലേക്ക് ആ ഘട്ടത്തിൽ നേതൃത്വത്തിൽ വന്ന ഒരാളാണ്. എനിക്കറിയാം 48 മണിക്കൂർ സെക്രട്ടേറിയറ്റ് മുന്നിലെ നിരാകാര സമരം, തുടർന്ന് കിടന്ന വലിയ സമരങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ പുതിയ തലമുറ പലർക്കും ആ സമര കാലഘട്ടം അറിയില്ല. എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് ഇത്തരം സമര മുഹൂർത്തങ്ങളിലൊക്കെ തന്നെ വലിയ സംഘാടനയായി നിന്ന് നയിച്ചൊരു നേതാവാണ്, തീപ്പൊരി നേതാവാണ് എന്ന് നമുക്ക് അന്നത്തെ തലമുറയിലുള്ളവർക്കറിയാം. ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് ഇന്നത്തെ സമകാലികരായിട്ടുള്ള മന്ത്രിമാർ, P രാജീവ് ആകട്ടെ, KN ബാലഗോപാലാകട്ടെ, MP രാജേഷ് ആകട്ടെ, അങ്ങനെ പുതിയ തലമുറയിലൊപ്പം SFI കാലത്ത്, ആ കാലത്തെ ഒന്ന് ദീപക്കണ്ണൻ എങ്ങനെ ഓർത്തെടുക്കുന്നത്? അല്ല, ഞങ്ങളെല്ലാവരും കൂടിയാണ് ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു സ്വകാര്യവൽക്കരണം, ഒരു ഗ്ലോബലൈസേഷനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനകത്ത് നടന്നിട്ടുള്ള ഏറ്റവും ആദ്യത്തെ പ്രതിഷേധ സമരങ്ങൾക്ക് എതിരെയായിരുന്നു അന്നത്തെ സ്വകാര്യവൽക്കരണത്തിനെതിരെയുള്ള ഒരു സമരം. ഒറ്റ സുപ്രഭാതത്തിൽ അന്ന് കേരളം ഭരിച്ചിരുന്ന ആൻ്റണി ഒരു പ്രഖ്യാപനം വരികയാണ്. 100-200 കോളേജുകൾ, മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും മറ്റ് പ്രൊഫഷണൽ കോളേജുകൾ മുഴുവൻ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ അന്ന് പാവപ്പെട്ടവരുടെ, സാധാരണക്കാരുടെ, മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കലായിരുന്നു അന്നത്തെ ആ നടപടി എന്ന് പറയുന്നത്. അതിനെതിരെ നമ്മുടെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു അന്നത്തെ ആ സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ടുള്ള സമരം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഒറ്റ ദിവസം ഞങ്ങളൊക്കെ പരീക്ഷ എഴുതാൻ പോകുമ്പോഴാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഇവിടുന്ന് മാറ്റി തീരുമാനിക്കാനുള്ള ക്യാബിനറ്റ് കാര്യവട്ടത്തിൽ. അന്ന് നമുക്കറിയാമല്ലോ, ആ കോളേജ് താജ് ഹോട്ടൽ റിസോർട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തത്. അന്ന് പരീക്ഷ ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സമരത്തിലേക്ക് ഇറങ്ങിയത്. ഇന്നത്തെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ജോയി ആയിരുന്നു ഇന്നത്തെ നമ്മുടെ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നത്. അപ്പോൾ ജോയി അടക്കം, സത്യനടക്കം, ഈ പറയുന്ന പോലെ അന്ന് ആരൊക്കെ അന്നത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ അവരെ എല്ലാം വളരെ ശക്തമായിട്ടുള്ള പോലീസ് മർദ്ദനവും ജയിലും ഒക്കെ, ആശുപത്രിയും ഒക്കെ ആയിരുന്നു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് കോളേജിലെ വിദ്യാഭ്യാസം നടത്താനും പോകുന്ന സന്ദർഭത്തിൽ തിരിച്ച് വീട്ടിൽ വരുമെന്നുള്ള ഒരു ഉറപ്പും ഒരു കാലഘട്ടത്തിനകത്തില്ലായിരുന്നു. ആ രൂപത്തിൽ നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലാണ് നമ്മളന്ന് നടത്തിയിട്ടുള്ളത്. ദീപകണ്ണ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ, ഈ സർവകലാശാല കേരള യൂണിവേഴ്സിറ്റി കോളേജിലെ ചെയർമാനായിരുന്നു. ഒപ്പം തന്നെ അണ്ണൻ്റെ കാലഘട്ടത്തിൽ തന്നെ തൊട്ടടുത്ത 2 ചെയർമാൻമാർ കൂടി ഇപ്പോൾ മത്സരം, വേണുഗോപാലൻ ചെയർമാനായിരുന്നു തോന്നുന്നു, ഇപ്പോഴത്തെ നമ്മുടെ തൈക്കാട് വാർഡിലെ സ്ഥാനാർത്ഥി. ഒപ്പം അജിനും ചെയർമാൻ. അപ്പോൾ ഈ തുടർച്ചയായി SFI ഇപ്പോഴത്തെ നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോഴേ ഒരു SFI DYFI പാരമ്പര്യമുള്ളവർ, ആ രംഗത്തിലൂടെ വന്ന
വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. ഒരു വലിയ നിരയുണ്ട്. അതായത് നമ്മൾ വരുന്ന നാളുകളിൽ ഈ പറഞ്ഞ കോർപ്പറേഷനെ നയിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രാവശ്യത്തെ LDF സ്ഥാനാർത്ഥികളായി വരുന്നത്. എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഒരു ആര്യയുടെ നേതൃത്വത്തിലുള്ള ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയാണ്. ഏകദേശം ഒരു 6000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചെയ്തത്. അതിനൊരു തുടർച്ചയാണ്. അപ്പോൾ നമ്മുടെ LDFും പാർട്ടിയും ഒക്കെ തീരുമാനമെടുത്തതെന്ന് പറഞ്ഞാൽ നല്ലൊരു ടീമും ഇത് നല്ലതായിട്ട് ഒന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെയാണ് ഈ പ്രാവശ്യം LDF സ്ഥാനാർത്ഥിയാക്കി മാറിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി ഭാരവാഹികളായിരുന്ന ഘട്ടത്തിൽ തന്നെ ഈ കലാരംഗത്തുള്ള ഒരു വലിയ വൃന്ദം സുഹൃത്തുക്കൾ ദീപകണ്ണനുണ്ട്. ഇപ്പം സുധീർ കരമന വന്നു. ഒപ്പം തന്നെ തലസ്ഥാനത്തുള്ള എല്ലാ സാംസ്കാരിക സാമൂഹിക രംഗത്തോട്ടും നല്ല വ്യക്തിബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഗുണമാകുമോ, വോട്ടായി മാറുമോ? ഒപ്പം തന്നെ ഇന്ന് മുഖ്യമന്ത്രി എത്തുന്നത് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതെങ്ങനെയാണ് ദീപകണ്ണൻ വിലയിരുത്തുന്നത്? നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് സാംസ്കാരിക രംഗത്ത് തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഇടപെട്ടിട്ടുള്ളതാണ്. ഞാൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും യുവജന കാലഘട്ടത്തിലും എല്ലാം ഈ പറയുന്ന പോലെ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവരെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഇടപെട്ടിരുന്നു. അതുകൊണ്ടാണ് സുധീറിനെ പോലുള്ള ആളുകൾ ഈ പറയുന്ന പോലെ തന്നെ ഷൂട്ടിംഗ് ഒക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് വരുന്നത്. ബാക്കി ഒരുപാട് നമ്മുടെ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും വരുന്നുണ്ട്. എന്തെന്നാലും ഇന്നത്തെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു നമ്മുടെ നടക്കാൻ പോകുന്ന ഒരു കൺവെൻഷൻ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ആദ്യത്തെ പ്രചരണത്തിനകത്തും പ്രവർത്തനങ്ങൾക്കകത്തും LDF ഒരു വല്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പങ്കാളിത്തത്തോടുകൂടി ഒരു മുഖ്യമന്ത്രിയുടെ ഒരു വരവോടുകൂടി അതിനെ കുറച്ചുകൂടി ഈ പറയുന്നവർക്ക് സജീവമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നാലും വിജയാശംസകൾ. രാവിലെ തന്നെ പ്രവർത്തകരെ പിന്നിൽ കാണാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകർ നിലവിലുള്ള സിറ്റിംഗ് കൗൺസിലറാണ്. അപ്പോൾ ഇവിടുത്തെ നടത്തിയ ജനകീയ പ്രവർത്തനങ്ങളെല്ലാം ഓരോ വോട്ടർമാരോടും നേരിട്ട് കണ്ട് പറയുകയാണ്. പാർട്ടി പ്രവർത്തകരെല്ലാം ഒപ്പം SP ദീപക്കേട്ടനൊപ്പം ഉണ്ട്. ഓരോ വോട്ടർമാരെ കണ്ടുപോവുകയാണ്. ഈ തിരക്ക് പിടിച്ച ആ സമയത്തിനിടയിൽ അധികം സമയം നമ്മൾ SP ദീപക്കിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ അതാണ് ആര്യ പറയാനുള്ളത്. തിരുവനന്തപുരത്ത് ആവേശകരമായ പ്രവർത്തനമാണ്. ഓരോ വീടും കയറി ഇറങ്ങി SP ദീപക്ക് വോട്ട് ചോദിക്കുകയാണ്. ദീപക്ക് പറഞ്ഞത് ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള ഒരു വലിയ നിര നേതാക്കളാണ്. എല്ലാ രംഗത്തും, അതായത് IT പ്രൊഫഷണൽ രംഗത്തുള്ളവർ, അധ്യാപകരായി പ്രവർത്തിക്കുന്നവർ, ഒപ്പം തന്നെ അഭിഭാഷകരായിട്ടുള്ളവർ, ഏറ്റവും യുവതലമുറയിലെ നേതാക്കൾ മുതൽ അങ്ങനെയുള്ള LDFിൻ്റെ ഒരു വലിയ നിരയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് തലസ്ഥാന നഗരമാകെ. LDFിൻ്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഖ്യമന്ത്രി, ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി എത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് ആവേശം ഇരട്ടിയാകും എന്ന് തന്നെയാണ് പേട്ട വാർഡിലെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള SP ദീപക് കൈരളി ന്യൂസ് പ്രേക്ഷകരോട് പറയുന്നത്.